പക്ഷെ നാട്ടിൽ അങ്ങനെ ചെയ്യാറില്ല ആൾക്കാര്. സി ദാറ്റ്സ് കമ്മിങ് ടു മൈ നെക്സ്റ്റ് പോയിന്റ്. എൻ്റെ അടുത്ത പോയിന്റ് ഇതാ. ഓക്കെ, ചേട്ടാ ഇപ്പം ഞാൻ ആരെയും നെയിം ചെയ്യുന്നയോ അങ്ങനെയൊന്നുമല്ല. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ അല്ലാത്ത ആൾക്കാരും ഉണ്ടായിരിക്കും, ചിലപ്പം അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടായി. പക്ഷേ ഇവിടെ ഞാൻ ഓവറോൾ ഈ ഇവിടെ പിള്ളേർ അവിടെ എല്ലാം പോകുന്ന നേരം ഞാൻ കാണുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇവർ വന്നത് ഈ അങ്കിൾമാരും എല്ലാം, ഞാൻ അങ്കിൾമാരെ കുറിച്ചാണ്, കുറച്ചും കൂടി നമ്മുടെ ഏജ് അല്ല, കുറച്ചും കൂടി വയസ്സിലായ കുറച്ച് ആൾക്കാരല്ല ഞാൻ പറയുന്നത്. ഇവർക്കെല്ലാം ഒരു എന്താണെന്നറിയത്തില്ല, അത് എനിക്ക് മാത്രം തോന്നുകയാണെന്ന് ഇനി എല്ലാവർക്കും. ഇവർക്കെല്ലാം കുറച്ച് വെയിറ്റ് കുറച്ച് കൂടുതലാണ്, അതായത് കുറച്ച് ആറ്റിറ്റ്യൂഡ്. ഞാനത് കണ്ടിട്ടുള്ളതാ. ഞാൻ കുറേ ആൾക്കാരായിട്ടും ഇങ്ങനെ ഡീൽ ചെയ്യുന്ന കുറച്ച് വയസ്സുള്ള, അതായത് ഇവിടെ വന്ന് അവരുടെ പിള്ളേരെല്ലാം ഇവിടെ ആ ഒരു കാറ്റഗറി, ഒരു 40 to 50 years കണ്ടിട്ടുള്ള എല്ലാ മലയാളി അങ്കിളുമാർക്കും ഇത്തിരി വെയിറ്റ് ഉണ്ട്. അത് എന്തിനാന്ന് എനിക്ക് ഇത്രയും നാളായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷെ അവർക്ക് കുറച്ച് പുച്ഛമുണ്ട്. ആ ഉള്ള എല്ലാ അങ്കിളുമാരിലും ഒരു 80% പാവാട വിസയിൽ വന്നതായിരിക്കും. പാവാട വിസയിൽ വന്നവന്മാരുവാ അല്ലേ? അവന്മാരുടെ വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? അല്ല, ഫ്ലൈറ്റില് ഞാൻ കഴിഞ്ഞ ആഴ്ച ഫ്ലൈറ്റിൽ നിന്ന് വന്നതാ. ഓക്കെ, ഫ്ലൈറ്റ് കൊച്ചിയിലോട്ട്. ഓക്കെ, കൊച്ചിയിലോട്ടാ. നിങ്ങൾ പറഞ്ഞ ഇത് വിശ്വസിക്കത്തില്ലേ, അത്രയും ബാഡ് സംഭവം നടന്ന ഒരാള്. ഓക്കെ, അല്ല നമ്മുടെ ഫ്ലൈറ്റിൽ വെജും നോൺ വെജ് ഓപ്ഷനും ഫുഡും ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഇയാള് ബാക്ക് സീറ്റില്ല, മറ്റേ നമ്മള് സെയിം ഫ്ലൈറ്റ് ആയിരുന്നു. ആ അത് തന്നെ, ആ ഫ്ലൈറ്റ് 2 ടെക്കിലായിരുന്നു. ഓക്കെ, ഇവനെന്തോ സംഭവം എന്ന് വെച്ചാ വെജും നോൺ വെജും. അന്നേരത്തേക്ക് എയർ ഹോസ്റ്റേഴ്സ് നമ്മുടെ സീറ്റിൻ്റെ തൊട്ട് 2ത്തെ സീറ്റ് മുമ്പിൽ. ഓക്കെ, അന്നേരം ഈ അങ്കിളിനോട്, ഈ അങ്കിളാ നമ്മുടെ മറ്റേ ആള്, ഏത് 46-47 ഏജ്. ഓക്കെ, പുള്ളിക്കാരൻ പറഞ്ഞു നോൺ വെജ്. ഓക്കെ, പറഞ്ഞു സോറി സർ, ഇറ്റ് ഗോട്ട് ഓവർ, ഇന്നത്തേക്ക് ഇത് തീർന്നു. ബട്ട് വൈ? എടാ, പിന്നെ അയാൾ അവിടെ കാണിച്ച ഡ്രാമ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. എൻ്റെ അമ്മയെ എന്തൊക്കെയായിരുന്നു ആ ഫ്ലൈറ്റിൽ. അവരാ എയർ ഹോസ്റ്റസിനെ ഒരു 10 തൊട്ട് 20 പ്രാവശ്യങ്ങളും വിളിച്ച് എല്ലാം പ്രാവശ്യം ഒരു 20 മിനിറ്റ് വെച്ച് സംസാരിക്കും. എന്തുവരെ സംസാരിക്കുന്നതെന്നറിയാം? ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ വരിക. ഓക്കെ, ഞാൻ എൻ്റെ പാസ്പോർട്ട് കണ്ടോ, ലണ്ടൻ പാസ്പോർട്ടാണ്. ഇങ്ങനെ ഐ എം എ UK സിറ്റിസൺ. ഞാൻ ഈ ഫ്ലൈറ്റ് എന്നിട്ട് എനിക്കാണെങ്കിൽ എത്ര ആൾക്കാരെ ശല്യപ്പെടുത്തുന്നതെന്നറിയാം. അവിടെ ഫാമിലികൾ കിടക്കുന്നു. ഇയാളാണെങ്കിൽ ലൗഡായിട്ട് റേസ് ചെയ്ത്, ഏത് കൊച്ചി പോകുന്ന ഫ്ലൈറ്റാ ഏത് കൊച്ചിയിലോട്ട് പോകുന്ന ഫ്ലൈറ്റ്, ഇവൻ വലിയ ഷോ. എന്നിട്ട് ഇവനാണെങ്കിൽ അല്ല ഈ എയർ ഹോസ്റ്റേഴ്സ് എന്ത് ചെയ്യാനാ? സാധാരണ ആൾക്കാരെല്ലാവരും നോൺ വെജും വെജും ആയിരിക്കും പറയാൻ. ചിലപ്പോൾ അവരുടെ തീർന്നു കാണും. ഓക്കെ, അത് പറ്റി, എയർലൈൻസിന് പറ്റി, അവർക്ക് വെജ് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുക, ഇയാൾ ഇത്ര അടിയിടുന്ന എന്തിനാണെന്നറിയാം? വെജ് കൊടുക്കാം, പനീറാ, മറ്റേത് ചിക്കനും. അയാൾ എന്ത് ചെയ്തിട്ട് അയാൾക്ക് വെജ് പറ്റത്തില്ല. എന്തുകൊണ്ട് എനിക്ക് നോൺ വെജ് കിട്ടിയില്ല? നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്തല്ലോ ഒരു കസ്റ്റമറായിട്ട്. ഞാൻ ആലോചിക്കുമായിരുന്നു, ഇത് കോവിഡ് വന്ന സമയത്ത് ഇവൻ തന്നെ വെജ് കഴിച്ചതാ, പനീർ കഴിച്ചുകൊണ്ടിരുന്നവനാ. ഇവൻ ഇപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഇവന് ലണ്ടൻ പാസ്പോർട്ട് കിട്ടിയപ്പോഴേക്കും ഇങ്ങനെ കയ്യിൽ വിറച്ചോണ്ട് ഇങ്ങനെ ലണ്ടൻ പാസ്പോർട്ട് കിട്ടിയപ്പോഴേക്കും അവന് ഇത് വേണം. അവൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ലാസ്റ്റ് 30 years I am flying. 30 years അവൻ ഫ്രീക്വന്റ് ആയിട്ട് ഫ്ലൈ ചെയ്യുക. എന്നിട്ട് അവൻ ഇതേപോലെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണ്. അപ്പൊ അവരിങ്ങനെ പറഞ്ഞു, അവര് കഴിഞ്ഞ 30 വർഷമായിട്ട് അവൻ ചിക്കൻ കഴിക്കുക. നിങ്ങളെന്താ അവന്റെ വർഷം ഇത്തവണ അവനോട് പനീർ കഴിക്കുക. രാവിലെ 3 വർഷമായിട്ട് നീ ചിക്കൻ കഴിച്ചോണ്ടിരിക്കും. ചിക്കൻ തന്നിട്ട് ഒരു വട്ടം ഇത് എല്ലാരും രാത്രിയാണോ രാവിലെയാണോ എന്ന് അറിയാൻ വയ്യാതെ പ്ലെയിൻ്റെ അകത്ത് ഇരിക്കുക. എനിക്ക് പനീർ പറ്റില്ല. ലാസ്റ്റ് 30 years I am flying. I am a UK citizen, you know. അല്ല, എന്നിട്ട് ഇന്ത്യക്കാരനാ പറഞ്ഞ ഞങ്ങൾ പനീർ പറഞ്ഞ UK സിറ്റിസനാ. മറ്റേ ഫോറിൻ പാസ്പോർട്ട് പോത്തിനടുത്ത്
വേറെ നമ്മൾ രാവിലെ 3 മണിക്കാണ് കൊച്ചിയിൽ ലാൻഡ് ചെയ്തത്. ഓക്കെ, അവിടെ 3 മണി എൻ്റെ ചെവിയുടെ അടുത്ത് വന്നിട്ട് ഒരു ചേച്ചി ഇങ്ങനെ ഫോറിൻ പാസ്പോർട്ട് ഈ സൈഡ്. ചെവി ഒരു പ്രാവശ്യം ഓക്കെ, 2 പ്രാവശ്യം ഓക്കെ. ഞാനും അമ്മാനും കൂടി നാട്ടിൽ നിന്ന് 24-30 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്ലൈ ചെയ്ത് വന്നതാ. ഞാൻ ട്രെയിൻ ട്രാവൽ ചെയ്തിട്ട് ഒരു 5 വർഷം കഴിഞ്ഞിട്ടുള്ള കഥ പറയട്ടെ. 5 വർഷം കഴിയുമ്പോൾ ഞാനിങ്ങനെ ഫ്ലൈറ്റിലിരിക്കും കേട്ടോ. അപ്പോൾ രാത്രി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് എനിക്ക് പരിചയമുള്ള ഒരാൾ അവിടെ ഇരിക്കുന്നു, കനേഡിയൻ പാസ്പോർട്ട് വെച്ച്. I am flying for the last 10 years. ഇങ്ങനെയൊന്നും ആകത്തില്ല. ഇങ്ങനെ കൈ വറക്കുന്ന അവൻ ഇംഗ്ലീഷ് പരിപാടി. അല്ല, ഞാൻ ആലോചിക്കുക, ഓക്കെ നിന്റെ പറമ്പിൽ അവൻ കേറി, ഓക്കെ അവനോട് 1 പ്രാവശ്യം മലയാളത്തിൽ പറയാം, 2 പ്രാവശ്യം പറഞ്ഞു. ഇവൻ എന്നാ ഈ പറമ്പ് മേടിച്ചത്? ഇപ്പൊ പറമ്പിന്റെ കാര്യമല്ലല്ലോ പറയുന്നത്. അല്ല, ഞാനൊരു എക്സാമ്പിൾ മറ്റേ വണ്ടി വണ്ടിയേറ്റ് പറമ്പ് ഡോട്ട് ഞാൻ കണക്ട് ചെയ്തത് മനസ്സിലായോ? ഇല്ല. അല്ല, ഞാൻ ഈ പള്ളിയിൽ ആൾക്കാരെ കാണുന്നേ. ഞാൻ ഒരു ലോട്ട് ലണ്ടനിന്ന് ഇവിടെ US ന്യൂയോർക്കിൽ എത്തിച്ചു, മറ്റേ ഡോട്ട് തിരുവനന്തപുരത്ത് എത്തിച്ചു. അല്ലല്ല, അല്ല ഞാൻ സത്യം ആക്ച്വലി ഇത് സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര പ്രശ്നമാണ്. എന്താന്ന് ഞാൻ പറയട്ടെ, ഇതിന് കുറെ ഡ്രോബാക്സുകളുണ്ട്, നിങ്ങൾക്ക് ആർക്കും അറിയാത്ത. ഇവരിങ്ങനെ ഈ കാണിക്കുന്ന ഷോയും ഇതുമല്ല, ഇവർ ആക്ച്വലി ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് യങ് ജനറേഷനെ കാണിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഇവർ 40 years ഇല്ല, ഇപ്പം ഞാൻ പള്ളിയിൽ പോകുന്നതാണ്, ഓക്കെ, ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്ത് ബാഡ് ആറ്റിറ്റ്യൂഡാണ്. ഒരുപാട് തവണ ഉണ്ടല്ലോ ഇവരെന്ത് നമ്മളെന്തോ താന്ന ആൾക്കാർ. ഇയാളും ഈ 40-30 വയസ്സ്. ഞാനത് കറക്റ്റ് കാര്യം പറഞ്ഞിട്ടെ. ഇവരുടെ സംഭവം എന്താണെന്നറിയോ? നീ കാണുന്ന ജാട ഇത് നിനക്ക് മലയാള സിനിമയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഞാൻ അവസാനം അത് കണക്ട് ചെയ്യാം. ഇവരുടെ ജാട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഇവർ നമ്മളെന്തെങ്കിലും ഐഡിയ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കറേജ് ചെയ്യും, റൈറ്റ്? 2 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സപ്പോർട്ട് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ, മെന്റർഷിപ്പ്, അങ്ങനത്തെ റൈറ്റ് അഡ്വൈസോ കാര്യങ്ങളോ ഇവർക്ക് പറഞ്ഞ് തരത്തുമില്ല, അറിയത്തുമില്ല. എക്സാക്ട്ലി. അപ്പൊ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു യുണീക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ ചെറുപ്രായത്തിൽ ഇവിടെ വന്നേക്കുന്ന കാരണം ഇപ്പൊ പറഞ്ഞ കൾച്ചറലി എക്സ്പോസ്ഡ് ആവാനും പിന്നെ അതുപോലെ ഇവിടുത്തെ രീതിയിൽ ഇവിടുത്തെ കൾച്ചർ മനസ്സിലാക്കി ഇവിടെ വളരാനുള്ള ഒരു ചാൻസ് ഉണ്ട് നമുക്ക്. ഇവർക്ക് പലപ്പോഴും അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. കാരണം ഇവര് മക്കളൊക്കെ ആയതിനു ശേഷമല്ലേ ഇവിടെ വന്നത്. അവർ ആ ഒരു ലൈഫ് തന്നെ എങ്ങനെയെങ്കിലും അവിടുത്തെ സംസ്കാരം ഹോൾഡ് ചെയ്ത് അന്നത്തെ പ്രവാസി വൈബ് അല്ലേ ഇപ്പോഴത്തെ? അല്ല, പക്ഷെ എന്നാലും നാട്ടിലെ കൾച്ചറിൽ ഇവിടെയും ജീവിക്കാനാണ് ഇവര് നോക്കുന്നത്. ഇപ്പൊ ഇതിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മലയാളി ഇവന്റിലുണ്ടായ സംഭവം പറഞ്ഞുതരാം. ഞാൻ ഇവിടുത്തെ ഒരു ലണ്ടനിലൊരു മലയാളി അസോസിയേഷൻ്റെ ഇവന്റിന് പോയി. ഇപ്പോൾ പോയി കഴിഞ്ഞപ്പം ഇവർ പറഞ്ഞു ഇങ്ങനെ ഈ ഒരു പരിപാടിയിൽ ഇവർക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, അവിടെ രജിസ്ട്രിയിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ $10 ഈ പറഞ്ഞ അസോസിയേഷനിൽ ഒരു വർഷത്തേക്കുള്ള മെമ്പർഷിപ്പിന് $10 ഒരു വർഷത്തേക്ക്. പിന്നെ $100 വെബ്സൈറ്റിൽ ഒരു രജിസ്ട്രി കിട്ടും. അഗൈൻ $100 ഫോർ എ ഇയർ. It's okay. Like a advertisement for you. Yeah. പിന്നെ ഇവര് പറഞ്ഞു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് കൊടുക്കുവാണെങ്കിൽ, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കുവാണെങ്കിൽ നിങ്ങളുടെ ഇതിൻ്റെ അകത്ത് പ്രീമിയം പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രിയിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ ഒരു പ്രൊഡക്റ്റാണ് വിൽക്കുന്നതെങ്കിൽ എനിക്ക് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഡിസ്കൗണ്ട് ഈ പറയുന്ന അസോസിയേഷൻ്റെ എല്ലാ മെമ്പേഴ്സിനും കൊടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ ചെയ്യുന്ന മോർഗേജ് എന്ന് പറഞ്ഞൊരു സർവീസ് അല്ലേ, എനിക്ക് അതിൻ്റെ അകത്ത് ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നില്ല, അതിൻ്റെ അകത്ത് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് അങ്ങനെ പ്രീമിയം മെമ്പർ ആവാൻ പറ്റും ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവർ പറഞ്ഞു അല്ല ഇതിന് $100 അല്ലേ കൊടുക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞു അല്ല $100 കൊടുക്കുന്നതിന് കുഴപ്പമില്ല, അതിനെ പറ്റി അല്ല ഞാൻ പറഞ്ഞേ, എൻ്റെ ഫീൽഡിൽ എനിക്ക് അങ്ങനെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇവർക്ക് അത് കോംപ്രഹെൻഡ് ആവുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാനൊരു സർവീസ് പ്രൊവൈഡർ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഒരു ക്ലാസ് എടുക്കാം ഒരു വർഷത്തിൽ. അപ്പൊ ഈ പറഞ്ഞ സർവീസ് പ്രൊവൈഡേഴ്സ് എല്ലാം അവരുടെ ചെലവിൽ ഒരു വർഷത്തിൽ ഒരു ക്ലാസ് എടുക്കട്ടെ, അവർ പ്രീമിയം മെമ്പർ ആവട്ടെ. അപ്പൊ ഇവർക്കത് ഡൈജസ്റ്റ് ആയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അവർക്ക് ഐഡിയ ഇഷ്ടപ്പെട്ടില്ല, ലെറ്റ്സ് മൂവ് ഓൺ. But that's a great idea. അതിനുശേഷം very great idea. അത് മൂവ് ഓൺ പറഞ്ഞു. അതിനുശേഷം പിന്നെ ഇവര് പറയാണ്
ഈ ചില റിയൽ എസ്റ്റേറ്റ് ഏജൻസി 2% കമ്മീഷനും ചില റിയൽ എസ്റ്റേറ്റ് ഏജന്റ് 1% കമ്മീഷനും എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. ഒരു റിയലറ്റർ എണീറ്റ് എന്ന് പറഞ്ഞു. നമ്മൾ ഈ പറഞ്ഞ റിയലറ്റർമാരെ എല്ലാം 2% ചാർജ് ചെയ്യാൻ എൻകറേജ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു യൂണിയൻ പോലെ. അപ്പം ഞാൻ കൈവിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് വർത്താനായി പറയുന്നത്? ഇതൊരു അസോസിയേഷനാണ്, അല്ലാണ്ട് റെഗുലേറ്റർ അല്ല. ഒരാൾ എങ്ങനെ ബിസിനസ് ചെയ്യണം എന്നുള്ളത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് ഇവിടെ കുട്ടം കൂടിയിരുന്നിട്ട് അതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കാൻ അവരുടെ ഇത് പറ്റത്തില്ല. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഇതിന്റെ കറക്റ്റ് കാര്യം പറഞ്ഞു തന്നു. 2 കാര്യം, സോറി 2-3 പേര് വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരിപാടി ഓർഗനൈസ് ചെയ്ത പ്രസന്റ് ചെയ്ത പുള്ളിക്കാരിയുടെ ഹസ്ബൻഡാണ് ഈ വെബ്സൈറ്റിന്റെ ഡിസൈനിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളും മൊത്തം ചെയ്യുന്നത്. സോ അവിടെ ഒരു അജണ്ടയുണ്ട്, റൈറ്റ്? ഇതെനിക്ക് മനസ്സിലായില്ല. രണ്ടാമത്തെ കാര്യം, ഇവർ ഇങ്ങനത്തെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇവരെയൊക്കെ ശ്രദ്ധിച്ചോ, ഇവരുടെ ബിസിനസ് മോസ്റ്റ്ലി ഡിപ്പെൻഡൻ്റ് ഓൺ മലയാളീസ് ആണ്. എക്സാക്ട്ലി, വെരി വെൽ, റൈറ്റ്? അത്രയും ആ ഒരു ഗ്രൂപ്പിലാണ് ഇവരുടെ ബിസിനസ്. പക്ഷെ ലണ്ടനിൽ മലയാളി എന്ന് പറഞ്ഞാൽ 4000 പേരുള്ള, ലണ്ടന്റെ പോപ്പുലേഷൻ 5 ലക്ഷം ആൾക്കാരുണ്ട്. സോ നിനക്ക് മനസ്സിലായി, ഇവർ മലയാളികളെ വെച്ചാണ് ഇത് മൊത്തം ചെയ്യുന്നത്. ഇവരിതൊന്നും ചെയ്യാത്തതിന്റെ കാര്യം എനിക്ക് മനസ്സിലായത് ഇവരുടെ ഇൻസെക്യൂരിറ്റീസ് ആണ്. കാരണം ഇവർ ഈ പുറത്ത് കാണിക്കുന്ന ധൈര്യമൊന്നും ഇവർക്കില്ല. ഇവർക്ക് നല്ല പേടിയാണ്. അപ്പൊ നമ്മുടെ അടുത്ത് ഒരു അഡ്വൈസ് തരുന്നത്, അവർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ട്, പേടിയുണ്ട് അവരുടെ ഉള്ളില്. അതാണ് അവര് നമ്മളിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നത്. നമ്മൾ ജോലി വിട്ടിട്ട് ഒരു പരിപാടിക്ക് ഇറങ്ങുമെന്ന് പറയുമ്പോൾ കാരണം അവരെ പെട്ടെന്ന് അവരുടെ ഇൻസെക്യൂരിറ്റീസ് അവിടെ അവർക്കത് ഇനി മലയാള സിനിമയായിട്ട് ഞാൻ കണക്ട് ചെയ്യാം. നമ്മുടെ നാട്ടില് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് അപ്ഡേറ്റഡ് ആയി നിൽക്കുന്ന ഇൻഡസ്ട്രി മലയാള സിനിമയാണ്. നാട്ടിൽ പല ഇൻഡസ്ട്രികളുണ്ടല്ലോ, നാട്ടിൽ ഓട്ടോമൊബൈൽ, അങ്ങനെ പല ഇൻഡസ്ട്രിയിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി സിനിമ ഇൻഡസ്ട്രിയാണ്. ബെസ്റ്റ്. നീ ആ സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന ചേഞ്ച് ശ്രദ്ധിച്ചോ? അതായത് ആൾക്കാർക്ക് ഇപ്പോൾ ജാടിയില്ല, ആൾക്കാരെല്ലാം സാധാ മനുഷ്യരായി, അവരെല്ലാം നമ്മുടെ എല്ലാ രീതിയിലും അപ്ഡേറ്റഡ് ആയിട്ടില്ലേ. ഈ ആളുകളൊന്നും മലയാളി കമ്മ്യൂണിറ്റിയിൽ മാത്രം നിൽക്കുന്ന കാരണം അപ്ഡേറ്റ് ആവുന്നില്ല. ഇവർ ആ ഒരു സർക്കിളിൽ തന്നെ കിടന്ന് ഇങ്ങനെ. അതുകൊണ്ടാണ് മലയാളം സിനിമ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്ത്യയിൽ. കാരണം ഇത് അപ്ഡേറ്റ് ആവുന്നുണ്ട്. കുറെ കൂടി യൂത്ത് ആണ് അതിന്റെ അകത്ത് ഇപ്പം കയറി കളിക്കുന്നത്. നമുക്ക് ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മള് ഇതിൻ്റെ അകത്ത് ഇപ്പൊ അവരുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ എന്താ പറഞ്ഞ പൈസയുടെ പുറകെയുള്ള ചിന്താഗതിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടുത്തെ ഒരു ചിന്താഗതി എങ്ങനെയാണെന്ന് പറയുക, ജിംറോൺ പോലത്തെ ആൾക്കാർ പറയുന്നത്, യുവർ ഇൻകം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷനേറ്റ് ടു ദ വാല്യൂ യു ആഡ് ടു ദ മാർക്കറ്റ് പ്ലേസ്. നീ എന്നുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ നീ എന്നുള്ളൊരു വ്യക്തി തുടങ്ങുന്ന സ്ഥാപനം ഒരു മാർക്കറ്റ് പ്ലേസിന് പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂ ആണ് നിനക്ക് പൈസയായിട്ട് തിരിച്ചു കിട്ടുന്നത്. ഉദാഹരണത്തിന് ജെഫ് ബേസൂസ് അയാളുടെ കമ്പനിയിൽ നിന്ന്, അയാൾ ഇത്രയും വലിയ കമ്പനിയിൽ ഇത്ര കോടിക്കണക്കിന് ആൾക്കാർക്ക് വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നു. എങ്ങനെ? ഫാസ്റ്റ് ഡെലിവറിയിലൂടെ. അതുകൊണ്ടാണ് അയാൾ അത്രയും സമ്പന്നനാവുന്നത്. നമ്മളൊരു മാർക്കറ്റ് പ്ലേസിലേക്ക് എന്തോരം വാല്യൂ ആഡ് ചെയ്യുന്നു അത്രയും പൈസ നമുക്ക് മാർക്കറ്റ് പ്ലേസ് തിരിച്ച് തരും. ഇവർ വാല്യൂ വെച്ചല്ല പോകുന്നത്, ഇവരൊരു പ്രൊഡക്റ്റ് വിൽക്കാനോ ഇതിനു വേണ്ടിയാണ് പോകുന്നത്. അപ്പം നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാരൊരിക്കലും ആ റൂട്ട് പോവരുത്. നമ്മൾ നോക്കണം, ഒരു മാർക്കറ്റ് പ്ലേസിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഇയാൾ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആക്കും, ഞാൻ റിയൽ എസ്റ്റേറ്റ് ഏജന്റ്, അല്ലെങ്കിൽ ഇയാൾ ഇതാ ഞാൻ, അങ്ങനെയല്ല. നമുക്ക് ഈ നാട്ടിൽ ചാണാൻ വിൽക്കുന്ന ബിസിനസ് തുടങ്ങിയാലും നിങ്ങൾക്ക് വിജയിക്കാം 100%. അപ്പൊ നമ്മൾ നമ്മുടെ ഒരു യുണീക്ക് പാത്ത് വെട്ടി തുറന്ന് പോകണം. അതിന് വേറെ ആരെയും ശ്രദ്ധിക്കാനോ പിടിക്കാനോ പാടത്തില്ല. പിന്നെ അത് പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോലുള്ള ചില ചെറുപ്പക്കാർ, ഇപ്പം ഞാനൊക്കെ മെൻറ്റേഴ്സ് ആയിട്ട് എടുക്കുന്നത്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവർ തന്നെ മെൻറ്റേഴ്സ് ആയിട്ട് എടുക്കുന്നത് ഹൈലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയാണ്. ഇപ്പൊ അങ്ങനെ പേരുണ്ടോ ഇപ്പൊ ഓഡിയൻസിന്? ഇപ്പൊ ഫോർച്ചുനേറ്റ്ലി ഇപ്പം ഞാൻ പറയാം, ഇപ്പം എൻ്റെ ഒരു ക്ലോസ് സർക്കിൾ, ഇപ്പം ഞാൻ ഹാങ് ഔട്ട് ചെയ്യുന്ന ഒരു ദിവസം ഒരാഴ്ചയിൽ ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന എല്ലാവരും ക്ലോസ് ടു ഹാഫ് എ മിൽ നെറ്റ് ഉള്ള ആൾക്കാരാണ്. ഒരാൾ അതിൻ്റെ അകത്ത് മലയാളി ഉണ്ട് ആ സർക്കിളിൽ, ബാക്കിയെല്ലാം ഇവിടുത്തുകാരാണ്. ഹാഫ് എ മില്യൺ ക്ലോസ് ടു ഹാഫ് എ മില്യൺ നെറ്റ് ചെയ്യുന്ന. അപ്പൊ അവരുടെ കൂടെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അവരുടെ വേ ഓഫ് തിങ്കിങ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. എക്സാക്ട്ലി, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരു 30 years ആയിട്ട് ഒരു സെയിം സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളുടെ വേ ഓഫ് തിങ്കിങ്. അപ്പൊ അങ്ങനത്തെ മെന്റേഴ്സിനെ നമ്മൾ കണ്ടുപിടിക്കണം. അല്ലാണ്ട് നമ്മൾ ഒരു 40 വയസ്സുള്ള ഒരു മലയാളി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരാളെ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ പരിചയപ്പെടാനായിട്ട് നല്ല ആഗ്രഹമുണ്ട്. ഓക്കെ, പക്ഷേ എനിക്ക് ഇതൊരു ഓഡിയൻസിനും എല്ലാവർക്കും കൂടിയുള്ള ഒരു കോൺവെർസേഷൻ. നിങ്ങൾക്ക് അങ്ങനെ കുറേ ആൾക്കാരെ അറിയാം. ലൈക്ക് ഹൗ ഡു ഐ ഗെറ്റ് ദർ? ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറേ ആൾക്കാരുണ്ട്,
നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലാതെയും കുറേ ആൾക്കാരുണ്ട്. ബട്ട് ഹൗ ഡു യു ആക്ച്വലി ഗെറ്റ് ടു ദോസ് പീപ്പിൾ ഹു യു ലുക്ക് അപ്പ് ടു ബി? The truth is, you cannot find them. You have to attract them to you. With your passion. Is it? You have to work on yourself. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മൈൻഡ് സെറ്റ്, ദർ ഇസ് അബൌട്ട് 5 things. അതിനെപ്പറ്റി അഞ്ച് കാര്യങ്ങളായിട്ട് അത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ ഫിലോസഫി, ഹൗ വി തിങ്ക്. ഇപ്പം നാച്ചുറലി ഇപ്പം എനിക്ക് ഇങ്ങനത്തെ തോട്ട് പ്രോസസ്സ് അല്ലായിരുന്നു മുമ്പ്. ഇപ്പോഴെൻ്റെ തോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇപ്പോഴും ഞാൻ പറഞ്ഞ എൻ്റെ തോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ. ഒന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ the amount of money I make is directly proportionate to the value I add to marketplace. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ ഞാൻ മാർക്കറ്റ് പ്ലേസിന് എന്തോരം വാല്യൂ കൊടുത്താലും അത്ര എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ കോൺസ്റ്റൻ്റ്ലി നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ്, ഒരാളെ ചാക്കിലാക്കി എങ്ങനെ പൈസ ഉണ്ടാക്കാന്നല്ല, എങ്ങനെ ഒരാൾക്ക് വാല്യൂ കൊടുക്കാം, എങ്ങനെ ഒരാൾക്ക് വാല്യൂ കൊടുക്കാം. അതല്ല എൻ്റെ ഫിലോസഫി. അപ്പം അങ്ങനെ ആൾക്കാർക്ക് വാല്യൂ കൊടുക്കാൻ താല്പര്യമുള്ള ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ എന്നെ കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും. കാരണം you're connecting. I am connecting. But where do you find those people? അല്ലടാ, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് ഇവർ വരും. When we start working on yourself. You attract what you think. Exactly. 2 നമ്മുടെ ആറ്റിറ്റ്യൂഡ്, how we feel about people. Like how we feel about your friends, how we feel about your family, how we feel about അവിടെയും ഒരു പരിധി വരെ നമുക്ക് ആൾക്കാരുടെ ഒരു ടോക്സിക് ആയിട്ടുള്ള ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള പോസിറ്റീവ് ഫീലിംഗ് ആണ്, കുറ്റം പറയുന്നതും. ഞാൻ അങ്ങനത്തെ ആൾക്കാർ ഇപ്പം ഞാൻ സത്യം ഞാൻ പറയട്ടെ, ഇപ്പം വേറൊരാളിനെ കുറിച്ച് കുറ്റം പറയുന്ന ഒരാളുടെ ഒരു കോൺവെർസേഷൻ പണ്ട് എന്നെ ഇൻട്രസ്റ്റ് ചെയ്യായിരുന്നേ, ലൈക്ക് പണ്ട്. പക്ഷെ ഇപ്പം എന്നെ അത് ഇൻട്രസ്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ഐ ഷുഡൻ ഈവൻ ബി വേസ്റ്റിംഗ് ടൈം, ബിക്കോസ് ഇറ്റ്സ് നോട്ട് മൈ ഒപ്പീനിയൻ. സോ ഇപ്പം വേറൊരാൾ എന്നെക്കുറിച്ച് വേറൊരാളുടെ കുറ്റം പറഞ്ഞാൽ എനിക്കതിപ്പോൾ ഒരു കേൾക്കാനുള്ളൊരു താല്പര്യമില്ല. അന്നേരം ആൾക്കാർ എന്നോട് പറയും ലൈക്ക് നീ മാറിപ്പോയി അല്ലെങ്കിൽ നിനക്ക്. ബട്ട് മൈ വേ ഓഫ് തിങ്കിങ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഇപ്പം എനിക്കിപ്പോൾ അങ്ങനെ അതിനുള്ള ഒരു ടൈമും, അത് ചിലപ്പോൾ ടൈമിൻ്റെ അല്ല, ചിലപ്പോൾ അതിന് ഒരു താല്പര്യമില്ല. മനസ്സിലായോ? ചിലപ്പോൾ അതൊരു 1 സ്റ്റെപ്പായിട്ട് വരുന്നതുകൊണ്ട് ബെറ്റർ ആവുന്നതുകൊണ്ടായിരിക്കും. ആൻഡ് ഐ ഫീൽ ബെറ്റർ റൈറ്റ് നൗ നോട്ട് ടോക്കിംഗ് അബൌട്ട് ബുൾഷിറ്റ്. യു ഗെറ്റ് ഇറ്റ് റൈറ്റ്? Like what you said, Spencer, you attract what you think, right? Yeah. And also, you mentioned a point where like you have to give value. Yeah. Right? You have to be in a conversation with these people to provide some. That means you should have something. In every relationship you have, you should be giving more than what you take. 100%. No. My point is. Very well said. If that's the case, you know, chala alkar they might think like they don't have a specific talent or specific skill or something that they can't give, like ഒരു value undavilla. So that means before going meeting these people, you have to work on yourself, right? Yes. അതായത് first point നമ്മുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്ത് നമ്മൾ അതിലൊരു നമുക്ക് ഈ പറഞ്ഞ ഒരു വാല്യൂ കൊടുക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ബിൽഡ് ചെയ്തിട്ട് we give out. Is that how the steps are? Like first you work on yourself, improve yourself, and on the process you. So നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ഫിലോസഫി ഡിസ്കസ് ചെയ്തു, ആറ്റിറ്റ്യൂഡ് ഡിസ്കസ് ചെയ്തു. ഇനി 3rd is ആക്ടിവിറ്റി. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ചെയ്യണം. There is only one way of learning. Like you have to get out of it, right? Like you have to get out of this place. Exactly. You have to do it. Yeah, you have to do it. There is only one way of learning, which is doing it. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞുതരാം. ഫോർ ഇൻസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ, ഒരാളുടെ അടുത്ത് എങ്ങനെ വർത്താനം പറയാം. ഐ കൻ ഗോ, ഇപ്പോൾ എനിക്ക് റാൻഡം ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, എനിക്കിപ്പോൾ ഒരു മോൺട്രിയാലിൽ ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഐ കൻ മേക്ക് ലൈക്ക് 10 friends and come back. അപ്പോൾ എങ്ങനെ നമുക്കൊരു കോൺവെർസേഷൻ എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകാന്നുള്ളതിനെ പറ്റി നമുക്ക് പഠിക്കണം. വി നീഡ് ടു ഗെറ്റ് ബെറ്റർ ഒരു ക്വസ്റ്റൻ. കാരണം നമ്മൾ റൈറ്റ് നൗ വി സക്ക് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ബിഗിനിങ് സ്റ്റേജിൽ നിന്ന് ഇതിൻ്റെ ഒരു മറ്റേ സ്റ്റേജ് എന്താ? റൈറ്റ് നൗ യു സക്ക്, യു നോട്ട് വെരി ഗുഡ് അറ്റ് കമ്മ്യൂണിക്കേഷൻ. ഇതിൻ്റെ ഒരു മറ്റേ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ എക്സ്ട്രീംലി കരിസ്മാറ്റിക്. യു ക്യാൻ വാക്ക് ഇൻ ടു എ റൂം ആൻഡ് യു ക്യാൻ യൂസ് യുവർ ചാർം, യു ക്യാൻ ഹാവ് കോൺവെർസേഷൻസ് വിത്ത് മൾട്ടിപ്പിൾ പീപ്പിൾ, അല്ലേ? പിന്നെയും അതിലും കുറേയും കൂടി സോഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു തുടക്കം, ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കാര്യത്തിൽ ഞാൻ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരു ലക്ക് ഉണ്ടായത്, ഞാൻ പഠിക്കാൻ വന്ന ടൈമിൽ കോൺസ്റ്റഗയിലൊന്നും ഇത്ര ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് നാച്ചുറലി കുറച്ച് എക്സ്പോഷർ കിട്ടി. അപ്പോൾ എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഇനീഷ്യലി ഞാൻ ഫേക്ക് ആക്സെൻ്റ് ആയിരുന്നു മൊത്തം.
ആൻഡ് മൈ ഫ്രണ്ട്സ് യൂസ് ടു മേക്ക് ഫൺ, നിനക്ക് എന്തിനിങ്ങനെ വിയർഡായിട്ട് വർത്താനം പറയുന്നതെന്ന്. പിന്നെ അത് നാച്ചുറലി കുറച്ച് സെറ്റായി. അപ്പോൾ എനിക്ക് ആ കുറച്ച് ആക്സെന്റ് എന്താ ഇൻബിൽട്ട് ആയിട്ട് കിട്ടി. അത് ആൾക്കാരോട് അങ്ങനെ സംസാരിക്കുന്നുണ്ടാ അങ്ങനെ ആ